So we had got Q2 is equal to 155 using the equation size of n plus 1 by 2 theta. Okay. ഇനിയിപ്പോൾ Q1 കാണണം Q3 കാണണം. അപ്പോൾ ആദ്യം Q1 കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Q1ൻ്റെ ഇക്വേഷൻ ഫസ്റ്റ് ക്വാർട്ടൈലിൻ്റെ ഇക്വേഷൻ സൈസ് ഓഫ് n plus 1 by 4th ഐറ്റം എന്നാണ്. അപ്പോൾ സൈസ് ഓഫ് 10 plus 1 by 4th ഐറ്റം അപ്പോൾ ചെയ്യുമ്പോൾ സൈസ് ഓഫ് 2.75th ഐറ്റം എന്ന് കിട്ടും. 2.75th ഐറ്റം 2.75 എന്ന് വെച്ചാൽ 2 plus 0.75 അല്ലേ. ഓക്കെ, അപ്പോൾ അതിനൊന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. സൈസ് ഓഫ് സെക്കൻഡ് ഐറ്റം പ്ലസ് സൈസ് ഓഫ് 0.75th ഐറ്റം. ആ സൈസ് ഓഫ് 0.75th ഐറ്റം എന്ന് വെച്ചാൽ 0.75 ഇൻറ്റു 2.75 ആറുടെ ഒക്കെ ഇടയിലാണ് വരുന്നത്, 2ൻ്റെയും 3യുടെയും. അപ്പോൾ ആ രണ്ട് കാറ്റഗറിയുടെ സൈസിൻ്റെ ഡിഫറൻസ് എടുക്കണം. അതായത് 0.75 ഇൻറ്റു സൈസ് ഓഫ് തേർഡ് ഐറ്റം മൈനസ് സൈസ് ഓഫ് സെക്കൻഡ് ഐറ്റം എന്ന് വേണം എടുക്കാൻ. നമുക്ക് നോക്കാം. സെക്കൻഡ് ഐറ്റം ഇപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയ ഡേറ്റയാണ് നോക്കുന്നത്. സെക്കൻഡ് ഐറ്റം ഏതാണ്? 120. അപ്പോൾ 120 പ്ലസ് 0.75 ഇൻറ്റു തേർഡ് ഐറ്റം എത്രയാണ്? 130 മൈനസ് സെക്കൻഡ് ഐറ്റത്തിൻ്റെ സൈസോ 120. അപ്പോൾ 130 മൈനസ് 120 സോൾവ് ചെയ്യുമ്പോൾ 127.5 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ Q3 സൈസ് ഇക്വേഷൻ സൈസ് ഓഫ് 3 ഇൻറ്റു n plus 1 by 4th ഐറ്റം എന്നാണ്. അപ്പോൾ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ സൈസ് ഓഫ് 8.25th ഐറ്റം എന്ന് കിട്ടും. 8.25 എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 0.25 ആണ്. അപ്പോൾ സൈസ് ഓഫ് 8th ഐറ്റം പ്ലസ് സൈസ് ഓഫ് 0.25 ഇൻറ്റു 9th മൈനസ് 8th ടേം. 9th മൈനസ് 8th കൊടുക്കാൻ കാരണം എന്താ? 8.25 ലൈസ് ബിറ്റ്വീൻ 8 and 9. അതുകൊണ്ടാണ് അതിൻ്റെ ഡിഫറൻസ് എടുത്തത്. അപ്പോൾ വാല്യൂസ് നോക്കുന്നു. 8th ഐറ്റം ആ എക്സ് എന്നും പറഞ്ഞ അസെൻഡിങ് ഓർഡറിൽ തന്നേക്കുന്നതിൽ 8ാമത്തെ ഐറ്റം ഏതാണ്? 180 പ്ലസ് 0.25 ഇൻറ്റു 9th ഐറ്റം എത്രയാണ്? 190 മൈനസ് 8th ഐറ്റം 180. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ 182.5 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ക്വാർട്ടൈൽസ് വാല്യൂ കാണുന്നത്. എളുപ്പമാണ്, പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. 1-2 വട്ടം അത് നോക്കി കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. നൗ കമ്മിങ് ടു ദ ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡേറ്റ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 35 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. സൈസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, എന്നിട്ട് മീഡിയനും ക്വാർട്ടൈൽസും കാണാൻ പറഞ്ഞേക്കുന്നു. അപ്പോൾ വി ഹാവ് ടു ഡ്രോ ദ കോളം. ടേബിൾ വരയ്ക്കുക. തന്നേക്കുന്ന വാല്യൂവിനെ എക്സ് എന്നെടുത്തു, ഫ്രീക്വൻസിനെ എഫ് എന്നും എടുത്തു. ഇത് ഓൾറെഡി അസെൻഡിങ് ഓർഡറിലാണ്, അപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട. അതേ ഓർഡറിൽ തന്നെ വാല്യൂസ് എക്സും എഫും എടുത്ത് എഴുതി. ഇനി കാണേണ്ടത് എന്താ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. സി എഫ് കാണുന്നത് എങ്ങനെയാണ്? ആദ്യത്തേൻ്റെ ഫ്രീക്വൻസി അത് തന്നെ 7 തന്നെ. രണ്ടാമത്തേൻ്റെ എങ്ങനെ കിട്ടും? ആദ്യത്തേൻ്റെ സി എഫിൻ്റെ കൂടെ 8 കൂട്ടുന്നു. 7 + 8 15. ദെൻ മൂന്നാമത്തേൻ്റെ സി എഫ് എങ്ങനെ കിട്ടും? 15 + 10 25. പിന്നെ 25 + 15 40. ആ രീതിയിൽ സി എഫ് കണ്ടുപിടിക്കുക. ഇനി ഡയറക്റ്റ് മീഡിയൻ കാണാം. ഇക്വേഷന് മാറ്റമൊന്നുമില്ല. മീഡിയൻ കാണണമെങ്കിൽ അല്ലെങ്കിൽ Q2 കാണണമെങ്കിൽ ഇക്വേഷൻ സൈസ് ഓഫ് n plus 1 by 2th ഐറ്റം. n എന്ന് വെച്ചാൽ സിഗ്മ എഫ് ആണ്, അല്ലെങ്കിൽ സി എഫിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് കിട്ടിയ വാല്യൂ ആണ്. അതായത് n എന്ന് വെച്ചാൽ 60. അപ്പോൾ സൈസ് ഓഫ് 61 by 2th ഐറ്റം എന്ന് വരും. അതായത് സൈസ് ഓഫ് 30.5th ഐറ്റം. 30.5 എന്ന് പറയുന്ന വാല്യൂ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ എന്താ ചെയ്യേണ്ടത്? 30.5 കഴിഞ്ഞ് ജസ്റ്റ് മുന്നിൽ വരുന്ന അടുത്ത വലിയ വാല്യൂ നോക്കണം. അതെത്രയാണ്? 40. അപ്പോൾ 40ക്ക് നേരെ വരുന്ന എക്സിൻ്റെ വാല്യൂ ആണ് സൈസ് എന്ന് പറയുന്നത്. 40ക്ക് നേരെയുള്ള എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 15. സോ Q2 അഥവാ മീഡിയൻ എന്ന് പറയുന്നത് 15. ദെൻ Q1 ഇക്വേഷൻ സൈസ് ഓഫ് n plus 1 by 4th ഐറ്റം ചെയ്യുമ്പോൾ സൈസ് ഓഫ് 15.25th ഐറ്റം എന്ന് കിട്ടും. 15.25 സി എഫിലുണ്ടോ എന്ന് നോക്കുക. 15 ഉള്ളൂ, 15.25 ഇല്ല. അപ്പോൾ 15.25 കഴിഞ്ഞ് ജസ്റ്റ് അടുത്ത വരുന്ന വാല്യൂ ഏതാണെന്ന് നോക്കുക. 25 ആണ്. 25ൻ്റെ നേരെയുള്ള എക്സിൻ്റെ വാല്യൂ 12. അപ്പോൾ Q1 എന്ന് പറയുന്നത് 12 എന്ന് കിട്ടി. സിമിലർലി Q3 ഇക്വേഷൻ കൊടുക്കുന്നു. ദെൻ ചെയ്യുമ്പോൾ സൈസ് ഓഫ് 45.75th ഐറ്റം എന്ന് കിട്ടും. 45.75 ഇല്ല.
ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത വാല്യൂ 46 ആണ് സി എഫിൽ വരുന്നത്. അപ്പോൾ സി എഫിൽ 46ന് നേരെയുള്ള എക്സിൻ്റെ വാല്യൂ അതായത് 20. സോ Q3 എന്ന് പറയുന്നത് 20 എന്ന് കിട്ടും. അങ്ങനെ യു വിൽ ഗെറ്റ് ദ മീഡിയൻ ഓർ Q2, ദെൻ Q1 ആൻഡ് Q3. ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. നിങ്ങൾക്ക് ആദ്യത്തെ ചിലപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് ചെറിയൊരു കൺഫ്യൂഷൻസ് കാണും, അതൊന്നുകൂടെ നോക്കിയാൽ ക്ലിയർ ആവും. ഡിസ്ക്രീറ്റ് സീരീസിന് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പണ്ട് മീഡിയൻ കണ്ട അതേ മെത്തേഡിലാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ കംസ് കണ്ടിന്യൂസ് സീരീസ്. ഇതും മീഡിയൻ കണ്ട അതേ മെത്തേഡ് ഇക്വേഷനാണ്. ചെറിയൊരു ചേഞ്ച് എന്ന് വെച്ചാൽ മീഡിയൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. Q2 = അല്ലെങ്കിൽ ക്യാപിറ്റൽ M = മീഡിയൻ M = L1 + L2 - L1/F ഇൻറ്റു കുഞ്ഞ് M - C എന്നായിരുന്നു. ഇവിടെ അതിന് പകരം ഫസ്റ്റ് ക്വാർട്ടയിൽ കാണുമ്പോൾ Q1 - C എന്നും തേർഡ് ക്വാർട്ടയിൽ കാണുമ്പോൾ സെയിം ഇക്വേഷനിൽ Q3 - C എന്നും വരും. Q1 എന്ന് വെച്ചാൽ n/4 ഐറ്റവും Q3 എന്ന് വെച്ചാൽ 3 × n/4 ഐറ്റവും. ഇതേ വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് സീരീസിലെ മീഡിയൻ കാണാൻ ചെയ്ത അതേ മെത്തേഡാണ്. So let us move to an example. Question number 36. ഡേറ്റ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. ഓക്കെ, മാർക്സാണ് തന്നേക്കുന്നത്. അപ്പോൾ ആദ്യം മാർക്സിനെ നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്തു, എക്സ് എന്ന് വെച്ചെടുത്തു. അപ്പോൾ വാല്യൂസ് ബിലോ 10 എന്ന് വെച്ചാൽ 0 to 10, ദെൻ 10 to 20. ഡയറക്റ്റ് ബാക്കി വാല്യൂസ് തന്നിട്ടുണ്ട്. 70 ആൻഡ് എബോവിന് പകരം 70 to 80 എന്ന് എടുത്തു. ഫ്രീക്വൻസിയും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കാണുന്നു. ഫ്രീക്വൻസി അതുപോലെ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ എടുത്തെഴുതി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ എന്ത് ചെയ്താൽ മതി, ഫ്രീക്വൻസീസ് ആഡപ്പ് ചെയ്ത് താഴോട്ട് പോയാൽ മതി. ആദ്യത്തേൻ്റെ CF 13, രണ്ടാമത്തേൻ്റെ എങ്ങനെ കിട്ടും 13 + 17, അപ്പോൾ 30, ദെൻ 30 + 50 80, ദെൻ 80 + 60 140. ആ രീതിയിൽ ആഡ് ചെയ്ത് പോകുക, ക്യുമുലേറ്റീവ് എടുത്ത് പോകുക. അപ്പോൾ CF കിട്ടും. CFൻ്റെ ലാസ്റ്റ് വാല്യൂ 270 ആണ്. അപ്പോൾ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് σF എന്ന് പറയുന്നത് 270 ആണ്. ഇനി ഇക്വേഷൻ ആദ്യം നമുക്ക് മീഡിയൻ കാണാം. മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താ, സൈസ് ഓഫ് n/2 ഐറ്റം കണ്ടാലേ മീഡിയൻ ക്ലാസ് കിട്ടത്തുള്ളൂ. അപ്പോൾ n/2 ഐറ്റം നോക്കിയപ്പോൾ സൈസ് ഓഫ് 135th ഐറ്റം എന്ന് കിട്ടി. 135 എന്ന് പറയുന്ന വാല്യൂ CFൽ എവിടെ വരും, ഡയറക്റ്റ് ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന വാല്യൂ 135 കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് വാല്യൂ എത്രയാണ് 140. അപ്പോൾ ആ 140 വരുന്നതായിരിക്കും നമ്മുടെ മീഡിയൻ ക്ലാസ്. അപ്പോൾ മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്യാപിറ്റൽ M കാണാമല്ലോ. നമ്മൾ പണ്ട് മീഡിയൻ കാണാൻ പഠിച്ചില്ലേ, അതേ മെത്തേഡ് തന്നെ. ആ ക്ലാസ്സിൽ L1 30, L2 40, ദെൻ F എന്ന് പറയുന്നത് അതിൻ്റെ നേരെയുള്ള വാല്യൂ 60, ദെൻ C എന്ന് പറയുന്നത് ആ 140ക്ക് തൊട്ട് മുന്നേ വരുന്ന CFൻ്റെ വാല്യൂ. അപ്പോൾ C 80 എന്ന് കിട്ടും. കുഞ്ഞ് M എന്ന് വെച്ച് കഴിഞ്ഞാൽ 270/2 ആണ്, അതായത് 135 ആണ്. അപ്പോൾ എല്ലാ വാല്യൂസുമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക, 39.17 എന്ന് കിട്ടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീഡിയൻ കണ്ടില്ലേ, അതേ മെത്തേഡ് 39.17 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിന് കമൻറ്റ് കൂടെ ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് ഇങ്ങനെയാണ്. ഇപ്പോൾ മീഡിയൻ എന്ന് വെച്ചാൽ എന്താണ്, സെക്കൻഡ് ക്വാർട്ടയിൽ മീനിങ് എന്താണെന്നാണ് പറഞ്ഞത്. സെക്കൻഡ് ക്വാർട്ടയിലിന് താഴെ 50% ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ 50% വാല്യൂസ് ഉണ്ടാവും. അത് തന്നെ ഇവിടെയും നമ്മൾ കമൻറ്റിൽ പറയുന്നത്. 50% ഹാസ് സെക്യൂർഡ് മാർക്സ് ബിലോ എന്ത് ഇപ്പോൾ കിട്ടിയ വാല്യൂ 39.17. അപ്പോൾ ക്ലാസ്സിലെ 50% കുട്ടികളുടെയും മാർക്ക് എന്ന് പറയുന്നത് 39.17 താഴെ ആയിരിക്കും. അതാണ് കമൻറ്റ്. ഇതുപോലെ ഫസ്റ്റ് ക്വാർട്ടയിലും കാണണം, തേർഡ് ക്വാർട്ടയിലും കാണണം. ഫസ്റ്റ് ക്വാർട്ടയിൽ കാണാൻ വേണ്ടി ഇക്വേഷൻ സൈസ് ഓഫ് n/4 ഐറ്റം, അതായത് സൈസ് ഓഫ് 270/4 ഐറ്റം. അപ്പോൾ സൈസ് ഓഫ് 67.5 ഐറ്റം എന്ന് കിട്ടും. 67.5 എന്നൊരു വാല്യൂ CFൽ ഇല്ല. സോ നെക്സ്റ്റ് വാല്യൂ എടുക്കുക, അതായത് 80 എടുക്കുക. 80യുടെ നേരെ വന്ന ക്ലാസ് ഏതാ 20 to 30. അപ്പോൾ അതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് 20 to 30. അപ്പോൾ L1 20, L2 30, F 50, C എന്ന് പറയുന്നത് 80ക്ക് മുന്നേ വരുന്ന വാല്യൂ, അതായത് 30. പിന്നെ M എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടു 67. M അല്ല, എമ്മിന് ഓരോ ഇവിടെ എന്താണ് Q1 ആട്ടോ. Q1 ഓൾറെഡി കണ്ടു n/4 എന്നും പറഞ്ഞ്, അത് എത്രയാണ് 67.5. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ Q1ൻ്റെ വാല്യൂ 27.5 എന്ന് കിട്ടി.
ഇനി Q1 എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 25% ആൾക്കാർ Q1 താഴെയായിരിക്കും. അതായത് ക്ലാസ്സിലെ 25% കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് 27.5-നേക്കാളും ബിലോ ആയിരിക്കും, താഴെ ആയിരിക്കും, അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആയിരിക്കും. ഇനി Q3 അല്ലെങ്കിൽ തേർഡ് ക്വാർട്ടൈൽ കാണുക. ഇക്വേഷൻ കൊടുത്തു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ സൈസ് ഓഫ് 202.5 ഐറ്റം എന്ന് കിട്ടി. 202.5 എന്നൊരു വാല്യൂ CFിലില്ല. സോ നെക്സ്റ്റ് വരുന്ന വാല്യൂ 240 ആണ്. 240 വരുന്ന ക്ലാസ് 50 to 60 ആണ്. അപ്പോൾ അതിനെയാണ് മീഡിയൻ ക്ലാസ് എന്ന് എടുക്കുന്നത്. L1 50, L2 60, F 45, ദെൻ C എന്ന് പറയുന്നത് 195, M എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടുപിടിച്ചതാണ്, അത് എത്രയാണ് 202.5. അപ്പോൾ എല്ലാ വാല്യൂസ് M അല്ല Q3 ആട്ടോ, അറിയാതെ പറയുമ്പോൾ M എന്ന് വരുന്നതാണ്. M അല്ല, ഇവിടെ M-ന് പകരം Q3 ആണ്. Q3യുടെ വാല്യൂ 202.5. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ 51.67. ഇനി Q3യുടെ മീനിങ് എന്താ? 75% ആൾക്കാർ ഈ Q3-നേക്കാളും താഴെയാണ്. ദാറ്റ് മീൻസ് ഹിയർ 75% ഓഫ് ദ സ്റ്റുഡൻസ് has secured marks less than or equal to 59.67. ക്ലാസ്സിലെ 75% കുട്ടികളുടെയും മാർക്ക് ഈ കിട്ടിയ 51.67-നേക്കാളും താഴെയായിരിക്കും, അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ക്വാർട്ടൈൽസിൽ വരുന്നത്. അപ്പം നോക്കുക, ഇഫ് യു ഹാവ് ഗോട്ട് എനി ഡൗട്ട്സ് യു ക്യാൻ മെസ്സേജ് മീ ഓർ കോൾ മീ. പ്രോബ്ലംസ് എല്ലാം നോട്ടിലോട്ട് ചെയ്യുക, മനസ്സിലാക്കി തന്നെ, വെറുതെ ഇത് നോക്കി അതേപോലെ പകർത്തരുത്, മനസ്സിലാക്കി ചെയ്യുക, പഠിച്ച് പോവുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.